സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 760 രൂപ ഇടിഞ്ഞ് 51,200 രൂപയിലും ഗ്രാമിന് 95 രൂപ താഴ്ന്ന് 6,400 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ബജറ്റിന് പിന്നാലെ രാജ്യത്ത് പവന് 2000 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസം പവന് 51,960 രൂപയിലും ഗ്രാമിന് 6,495 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് സ്വർണ്ണവില മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയിരുന്നു. ജൂലൈ 17 രേഖപ്പെടുത്തിയ 55,000 രൂപയാണ് മാസത്തെ സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം. ഇന്നത്തെ 51,200 രൂപയാണ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. 7 ദിവസം കൊണ്ട് പവന് 3,800 രൂപയുടെ കുറവുണ്ടായി. 53,000 രൂപയിലായിരുന്നു സ്വർണ്ണമാസം ആരംഭിച്ചത്. ബജറ്റിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറച്ച നടപടിയാണ് സ്വർണ്ണവില ഇടിയാൻ വഴിവെച്ചത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 15% നിന്ന് 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%യുമാണ് കുറച്ചത്. ബജറ്റ് ദിവസത്തിൽ 53,960 വ്യാപാരം തുടങ്ങിയ സ്വർണ്ണവില ഉച്ചയോടെ 51,960 ഇടിയുകയായിരുന്നു. ആഗോള വിപണികളിലെ വിലയിടിവും ഇന്ന് പ്രാദേശിക സ്വർണ്ണവില കുറയാൻ കാരണമായി. ആഗോള വിപണിയിൽ 24 മണിക്കൂറിനിടെ സ്വർണ്ണവിലയിൽ 1% ഇടിവ് രേഖപ്പെടുത്തി. നിലവിൽ സ്വർണം ഔൺസിന് $2,375 വ്യാപാരം പുരോഗമിക്കുന്നത്. ആഗോള വിപണിയിലെ വിലമാറ്റങ്ങൾ ഡോളറിലായതിനാൽ തന്നെ നേരിയ വിലമാറ്റങ്ങൾ പോലും പ്രാദേശിക വിപണികളിൽ വലിയ വില ചലനങ്ങൾക്ക് വഴിവെക്കും. ഡോളറിനെതിരെ രൂപ നേരിയ മാറ്റം കാഴ്ചവെച്ചതും നേട്ടമാണ്. 30 ദിവസത്തിനിടെ ആഗോള സ്വർണ്ണവില 4.38% കൈവരിച്ചിട്ടുണ്ട്. 6 മാസത്തെ നേട്ടം 18.85%. എണ്ണവിലയിലെ അസ്ഥിരതയും ആഗോള ഓഹരി വിപണികളുടെ കയറ്റിറക്കങ്ങളും ആഗോള സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. സ്വർണ്ണവിലയിലെ അസ്ഥിരത വരും സെഷനുകളിലും തുടർന്നേക്കുമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അതേസമയം ആഭരണപ്രിയർക്കും നിക്ഷേപകർക്കും മികച്ച സമയമാണിത്. ആഭരണപ്രിയർ ബുക്കിംഗ് തന്ത്രങ്ങൾ തുടരുക. ബുക്കിംഗുകൾ വഴി സ്വർണ്ണവില കുതിച്ചാൽ ബുക്കിംഗ് നിരക്കിലും, വില കുറഞ്ഞാൽ വിപണി നിരക്കിലും സ്വർണം സ്വന്തമാക്കാം. നിക്ഷേപകർ ആവറേജിംഗിലും പണം കയ്യിൽ കരുതി മാത്രം പുതിയ നിക്ഷേപങ്ങൾ നടത്തുക.